ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓഡിയോബിള് അല്ല എന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചെറിയൊരു വിഷയമാണ്. വിത്തൗട്ട് മച്ച് ഇൻട്രൊഡക്ഷൻ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. നമ്മൾ ഇന്നൊരു ക്ലാസ് എടുക്കണമല്ല, ഒരു എക്സാം അവയർനെസ് ആണ്. അതായത് 5 ലോ സബ്ജക്റ്റ് എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം, കേസ് ലോസ് ഏത് ആസ്പെക്റ്റ് നോക്കണം, പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി, ഏതെല്ലാം കോലത്തിൽ എക്സാമിന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ വെളിച്ചത്തിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സബ്ജക്ട് ഏതൊക്കെയാണെന്ന് ആദ്യമേ പറയാം. കോൺട്രാക്ട് ലോ, സെക്കൻഡ് സെമ്മുകാർക്കുള്ള സബ്ജക്റ്റ് ആണ് കോൺട്രാക്ട് ലോ, കോൺസ്റ്റിറ്റ്യൂഷൻ. അതേപോലെ തന്നെ ഫോർത്ത് സെം, 5 ഇയറിലെ ഫോർത്ത് സെമ്മുകാർക്ക് വരുന്ന ജുറിസ്പ്രുഡൻസ്, ലാൻഡ് ലോ, ഫാമിലി ലോ. ഈ 3 സബ്ജക്ട് 3 ഇയറിനും വരും കേട്ടോ. സെക്കൻഡ് സെമ്മിലെ 3 ഇയർ ആൾക്കാർക്കും വരും. അപ്പൊ ഇത് 3 രീതിയിലുള്ള ആളുകൾ, 3 ക്ലാസ്സുകളിലുള്ള ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അതായത് സെക്കൻഡ് സെമ്മിലെ 3 ഇയർ പ്ലസ് 5 ഇയർ അവരുടെ എല്ലാ ലോ സബ്ജക്റ്റും ഇതിനകത്ത് കവർ ആവുന്നുണ്ട്. അതേപോലെ തന്നെ ഫോർത്ത് സെം, സെക്കൻഡ് ഇയറിലെ ഫോർത്ത് സെം, ജുറിസ്പ്രുഡൻസ്, ലാൻഡ് ലോ, ഫാമിലി ലോ, ഇത് പഠിക്കുന്ന ആളുകൾക്കും ഈ ഒരു വീഡിയോയിൽ നമുക്ക് ആ ഒരു സബ്ജക്റ്റിനെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും തരുന്നതാണ്. അപ്പൊ ഈ 5 സബ്ജക്റ്റിനെ പറ്റി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. ഇന്നത്തെ സെഷൻ അവസാനിക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റും എങ്ങനെ പഠിക്കണം, ഏതൊക്കെ കണ്ടന്റ് എങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യണം, കേസ് ലോസ് ഏത് രീതിയിൽ അനലൈസ് ചെയ്യണം, പാർട്ട് ബിയിൽ ഏതെല്ലാം രീതിയിൽ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, എല്ലാതും പഠിക്കണോ, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്, എക്സാമിന്റെ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ അർജന്റ് ആയിട്ട് നോക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇന്നത്തെ ഈ വീഡിയോയുടെ അകത്ത് ഡിസ്കസ് ചെയ്യും. അധികം ഡിലേ ഇല്ലാതെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. 5 സബ്ജക്റ്റിനെ പറ്റി ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കണം. ഓക്കെ, അപ്പോ സെക്കൻഡ് ഇയർ ഫോർത്ത് സെമ്മുകാരാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, തുടക്കത്തിലെ കുറച്ച് ഭാഗം സ്കിപ്പ് ചെയ്യാം. കാരണം ആദ്യം നമ്മൾ കോൺട്രാക്ട്, കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ സബ്ജക്റ്റ് ആയിരിക്കും ഓൾറെഡി. അപ്പോൾ സെക്കൻഡ് ഇയറുകാർ ആ കുറച്ചു നേരം വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ നോക്കിയാൽ മതി, ജുറിസ്പ്രുഡൻസും, ലാൻഡ് ലോയും, ഫാമിലി ലോയിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത് എപ്പോഴാണെന്നുള്ളത്. ബാക്കിയുള്ളവർ തുടക്കം ശ്രദ്ധിക്കാം. അപ്പൊ ആദ്യം നമുക്ക് കോൺട്രാക്ട് ആക്ടിനെ പറ്റി പറയാം. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 ഇതൊരു 200-ൽ പരം സെക്ഷൻസ് ഉള്ള ഒരു ആക്ട് ആണ്. ഈ ആക്ടിന്റെ 2 പാർട്ടുകളുണ്ട്, പാർട്ട് 1ഉം പാർട്ട് 2ഉം. MG യൂണിവേഴ്സിറ്റിയുടെ സിലബസ് വെച്ചിട്ട്, സിലബസ് പ്രകാരം പാർട്ട് 1 ആണ് നമ്മൾ ഈ ഒരു സെമ്മി പഠിക്കുന്നത്. അടുത്ത സെമ്മിലാണ് പാർട്ട് 2 പഠിക്കാൻ പോകുന്നത്. പാർട്ട് 1ൽ കുറച്ച് ഇൻട്രൊഡക്ഷൻസ് ആണ്. ഒരു കോൺട്രാക്ട് ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം, എന്തെല്ലാം കൂടിച്ചേർന്നാലാണ് ഒരു കോൺട്രാക്ട് ഫോം ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പാർട്ട് 1ൻ്റെ അകത്ത് നമ്മൾ പഠിക്കുന്നത്. ഏതെല്ലാം എഗ്രിമെന്റ്സ് കോൺട്രാക്ട് ആകും, ഏതെല്ലാം എഗ്രിമെന്റ്സിനെ കോൺട്രാക്ട് എന്ന് വിളിക്കാൻ പറ്റൂല, ഏതെല്ലാം എസെൻഷ്യൽസ് ഉണ്ടായാലാണ് ഒരു സാധനം കോൺട്രാക്ട് ആയി മാറുക, എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് ഒരു കോൺട്രാക്ട് ഡിസ്ചാർജ് ആകും, അതായത് അവസാനിക്കും, പിന്നെ ഇതിന്റെ കേസ് ലോസ്, ഇഷ്ടംപോലെ കേസ് ലോസ് ഉണ്ട് കോൺട്രാക്ട് ലോയില്, ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോ കോൺട്രാക്ട് 2ൻ്റെ അകത്താണ് ബെയിൽമെന്റ്, പ്ലഡ്ജ്, ഏജൻസി, ഒരുപാട് വിഷയങ്ങൾ 2ൻ്റെ അകത്ത് പഠിക്കും. അത് അടുത്ത സെമ്മിലാണ്, നമുക്ക് ഇപ്പൊ അത് നോക്കണ്ട. കോൺട്രാക്ട് 1ൽ 5 മൊഡ്യൂളാണ് ഉള്ളത്. നിങ്ങൾക്ക് ആദ്യത്തെ ഇന്റേണൽസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടെ എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആദ്യത്തെ ഇന്റേണൽസിന് ഒട്ടുമിക്ക കോളേജിലും ഇപ്പോൾ ഓൾറെഡി ഈ സെഷൻ എടുക്കുന്ന സമയത്ത് ഓൾറെഡി ഭാരത് മാതയിലും അതേപോലെ തന്നെ അല്ലസറിലും ഇന്റേണൽ എക്സാം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കോളേജുകൾക്കും ഏത് സമയത്തും വിളിക്കാം. അപ്പൊ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പഠിച്ചു തീർക്കണം. ഏകദേശം മിക്ക കോളേജിലും 2 മൊഡ്യൂൾ ആയിരിക്കും ആദ്യത്തെ ഇന്റേണലിൽ വരുന്നത്, ചിലപ്പോൾ 1.5, ചിലപ്പോൾ 2. നമുക്ക് എന്തായാലും ആദ്യത്തെ 2 മൊഡ്യൂളിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ പാർട്ട് 1നെ നമ്മൾ MG യൂണിവേഴ്സിറ്റി 5 മൊഡ്യൂളായി തിരിച്ചിട്ടുണ്ട്. മൊഡ്യൂൾ 1, 2, 3, 4, 5. ഇതിൽ മൊഡ്യൂൾ 1ൽ പറയാൻ പോകുന്ന ടോപ്പിക് ഏതൊക്കെയാണെന്ന് നിങ്ങൾ എഴുതി വെച്ചോട്ടോ. പ്രധാനപ്പെട്ട മൊഡ്യൂൾ 1ൽ ഡിസ്കസ് ചെയ്യുന്നത് കോൺട്രാക്ടിന്റെ ഡെഫിനിഷൻ, കോൺട്രാക്ട് എന്നാൽ എന്താണ്, അത് ഡിറൈവ് ചെയ്തത് എവിടെ നിന്നാണ്. ഒന്നാമത്തത് അതാണ് കേട്ടോ, കോൺട്രാക്ടിന്റെ ഡെഫിനിഷൻ, കോൺട്രാക്ട് എന്നാൽ എന്താണ്, അതിന്റെ മീനിങ് എന്താണ്, ഡെഫിനിഷൻ എന്താണ്, അത് ഡിറൈവ് ചെയ്തത് എവിടെ നിന്നാണ്. അതാണ് ഒന്നാമതായി നമ്മൾ പഠിക്കുന്നത്. രണ്ടാമത് എന്തെല്ലാം എസെൻഷ്യൽസ് ഉണ്ട് ഒരു കോൺട്രാക്ട് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു വീട് പണിയണം എന്നുണ്ടെങ്കിൽ ഒരുപാട് എസെൻഷ്യൽസ് വേണ്ടേ. ഒരു കട്ട വേണം, സിമെന്റ് വേണം, പെയിന്റ് വേണം, വെള്ളം വേണം, പെയിന്റ് അടിക്കണം, പിന്നെ കട്ട വിരിക്കണം, ടൈൽസ് വിരിക്കണം. ഇതേപോലെ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ എലമെന്റ്സ് വേണം.
അപ്പൊ ഒരു കോൺട്രാക്ട് ഉണ്ടാകാൻ കുറെ എലമെന്റ്സ് ഉണ്ട്. ബേസിക്കലി നോക്കണമെങ്കിൽ ആദ്യം വരുന്ന ഒരു എലമെന്റ് ആണ് ഓഫർ വെക്കുക. ഒരാള് ഒരു പ്രപ്പോസൽ അവതരിപ്പിക്കുക. പ്രപ്പോസൽ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സംവൺ ഹു എക്സ്പ്രസിങ് ഹിസ് വില്ലിങ്നെസ് ടു ഡു ഓർ നോട്ട് ടു ഡു സംതിങ് ടു അനദർ പേഴ്സൺ. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് പറയുന്നതാണ്, എനിക്ക് വേണ്ടി നീ ഈ ഒരു കാര്യം ചെയ്തു തരണം, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി നീ ഈ ഒരു കാര്യം ചെയ്യാതിരിക്കണം, സംതിങ് അത് ചെയ്യാതിരിക്കണം, അത് നീ ഓക്കെ അനുസരിച്ചാൽ ഞാൻ നിനക്ക് ഇത്ര രൂപ തന്നേക്കാം. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറയുന്നതാണ്, ബാദുഷയോട് പറയുന്നതാണ്, ബാദുഷ നീ എനിക്ക് വേണ്ടി ഒരു ആ കോലുമിഠായി എനിക്ക് തന്നാൽ ഞാൻ നിനക്ക് 1 രൂപ തരാം. ഹിയർ ഐ ആം എക്സ്പ്രസിങ് മൈ ഓഫർ, മൈ പ്രപ്പോസൽ. ഒരാൾ ഓഫർ വെച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ആയിരിക്കാം, അല്ലെങ്കിൽ ചെയ്യരുതെന്നായിരിക്കാം പറയുന്നത്. ഇപ്പൊ ബാദുഷിന്റെ അടുത്ത് ഞാൻ ചിലപ്പോൾ പറയും, നീ എനിക്ക് വേണ്ടി നാളെ കോളേജിൽ ഒന്ന് പോവാതിരിക്കണം, ഞാൻ എന്തായാലും പോകുന്നില്ല, നീയും കൂടി എന്റെ കൂടെ ഒന്ന് പോവാതിരിക്കണം. അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് എന്നാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ സെക്ഷൻ 2 ക്ലോസ് സെക്ഷൻ 2 ക്ലോസ് എയിലാണ് ഓഫറിന്റെ ഡെഫിനിഷൻ പറയുന്നത്. എ പേഴ്സൺ സിഗ്നിഫൈസ് ഹിസ് വില്ലിങ്നെസ് ടു ഡു ഓർ നോട്ട് ടു ഡു, അല്ലെങ്കിൽ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് സംതിങ് ടു അനദർ പേഴ്സൺ വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിൻ സച്ച് അസെന്റ്. അതിനെയാണ് ഓഫർ എന്ന് വിളിക്കുക. ആ ഡെഫിനിഷൻസ് കറക്റ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. അപ്പൊ ഒരാൾ വില്ലിങ്നെസ് അവതരിപ്പിക്കുമ്പോഴാണ് ഒരു കോൺട്രാക്ടിന്റെ ആദ്യത്തെ പടി ഉണ്ടാകുന്നത്. അവിടെ കൊണ്ട് തീർന്നില്ല, മറ്റേ ആൾ അതിനെ റിജക്ട് ചെയ്യാം. റിജക്ട് ചെയ്ത് അവിടെ വെച്ച് തീർന്നു. റിജക്ട് ചെയ്തില്ല എന്നാണെങ്കിൽ അയാൾക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാം. അക്സെപ്റ്റ് ചെയ്താൽ അത് പ്രോമിസ് ആകും. പ്രോമിസ് ആയാൽ എന്താകും? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പ്രോമിസ് ആയി കഴിഞ്ഞാൽ പിന്നെ കൺസിഡറേഷൻ കൊടുക്കണം. കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സംതിങ് ഇൻ റിട്ടേൺ, പകരമായി നമ്മൾ കൊടുക്കേണ്ട സാധനങ്ങൾ. അപ്പോ കൺസിഡറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു എഗ്രിമെന്റ് ആകും. എഗ്രിമെന്റ് ആണെന്നുണ്ടെങ്കിൽ അത് കോൺട്രാക്ട് ആണോ? എല്ലാ എഗ്രിമെന്റും കോൺട്രാക്ട് ആണോ? ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഓൾ എഗ്രിമെന്റ്സ് ആർ നോട്ട് കോൺട്രാക്ട് ബട്ട് ഓൾ കോൺട്രാക്ട് ആർ എഗ്രിമെന്റ്സ്. ഇതിനെ നല്ല രീതിക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ നിങ്ങളടുത്ത് പറയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? എല്ലാ എഗ്രിമെന്റും കോൺട്രാക്ട് അല്ല, പക്ഷെ എല്ലാ കോൺട്രാക്റ്റും എഗ്രിമെന്റ് ആണ്. ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങളുടെ തലക്ക് ഒരു എന്തോ ബുദ്ധിമുട്ട് തോന്നൂലേ? സംഭവം ഒന്നുമില്ല. ഇത് ഈ ഒരു എസെൻഷ്യൽസ് നല്ലതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഈ എഗ്രിമെന്റ് എല്ലാം കോൺട്രാക്ട് ആണ് എന്ന് പറയാൻ, എഗ്രിമെന്റ് എല്ലാം കോൺട്രാക്ട് അല്ല എന്ന് പറയാനുള്ള കാരണം, ഒരു കോൺട്രാക്ട് ഉണ്ടാകാൻ ആവശ്യമായിട്ടുള്ള രണ്ട് എലമെന്റ്സ് ഉള്ള ഒരു കോൺട്രാക്ട് ഉണ്ടാകാൻ. ഒന്നാമത്തത് ഒരു എഗ്രിമെന്റ് ഉണ്ടാകുക, രണ്ടാമത്തത് അത് ലോഫുൾ ആയിരിക്കുക, എൻഫോഴ്സിബിലിറ്റി ബൈ ലോ ഉണ്ടാകുക, അതായത് നിയമപരമായി അത് നിലനിൽക്കുന്നതായിരിക്കുക. ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ഞാൻ നിനക്ക് നാളെ കുറച്ച് കഞ്ചാവ് തരാം. ദിസ് ഈസ് നോട്ട് എ കോൺട്രാക്ട്, ബിക്കോസ് അവിടെ ഒരു എഗ്രിമെന്റ് ഉണ്ട്, ഞാൻ തരാ എന്ന് പറഞ്ഞ ഒരു കരാറുണ്ട്, ഓക്കെ. പക്ഷെ ഇറ്റ് ഇസ് നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ, നിയമം അനുവദിക്കുന്ന ഒരു കാര്യമല്ല. അപ്പൊ നിയമം അനുവദിക്കുന്ന ഒരു കാര്യമാണ് പ്ലസ് എഗ്രിമെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ കോൺട്രാക്ട് ആകുള്ളൂ. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, എല്ലാ എഗ്രിമെന്റും കോൺട്രാക്ട് ആണോ? ഈ ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ തരാമെന്ന് പറഞ്ഞാൽ അത് കോൺട്രാക്ട് അല്ലല്ലോ. അതുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെന്റ്. എല്ലാ എഗ്രിമെന്റും കോൺട്രാക്ട് അല്ല. പക്ഷെ നേരെ തിരിച്ച് നിങ്ങൾ നോക്കിക്കേ, എല്ലാ കോൺട്രാക്റ്റും എഗ്രിമെന്റ് ആണ്. എല്ലാ കോൺട്രാക്റ്റിലും എഗ്രിമെന്റ് ഉണ്ട്. കാരണം ഒരു കോൺട്രാക്റ്റിൽ എഗ്രിമെന്റ് ഇല്ലാതെ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കാൻ പറ്റൂല. ഒരു കോൺട്രാക്റ്റിൽ വേണ്ട രണ്ട് എലമെന്റ്സ് ആണ്, അതിൽ എഗ്രിമെന്റ് ഉണ്ടാകുക, എൻഫോഴ്സിബിലിറ്റി ബൈ ലോ ആയിരിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇത് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമ്പോൾ ഫ്രീ കൺസെന്റ്, ബോത്ത് പാർട്ടീസ്, അതിന്റെ എക്സ്പ്ലനേഷൻസ്, അതെല്ലാം നിങ്ങൾ നല്ലതുപോലെ എഴുതുക. പിന്നെ ഒരു ടോപ്പിക്കാണ് ഈ കോൺട്രാക്ട് എന്നാൽ എന്താണ്, അത് പഠിക്കണം. ഈ കോൺട്രാക്റ്റിന്റെ 4 തരം ടൈപ്സ് ഉണ്ട്. ശ്രിങ്ക് റാപ്പ്, ക്ലിക്ക് റാപ്പ്, ബ്രൗസ് റാപ്പ്, സൈൻ ഇൻ റാപ്പ്, അങ്ങനെ ക്ലാസിഫിക്കേഷൻസ് പഠിക്കണം. സ്റ്റാൻഡേർഡ് ഫോം ഓഫ് കോൺട്രാക്ട് എന്നാൽ എന്താണെന്ന് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുണ്ട്, അത് പഠിക്കണം. ഗവൺമെന്റ് കോൺട്രാക്ട് എന്നാൽ എന്താണെന്ന് ചോദിക്കാറുണ്ട്. സെക്ഷൻ 2 ആർട്ടിക്കിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ 299 കംപ്ലൈ ചെയ്തുകൊണ്ട് വേണം ഗവൺമെന്റ് കോൺട്രാക്റ്റുകൾ നടക്കാൻ. അപ്പൊ അത് പറയുന്ന ഒരു ഏരിയയാണ്, അത് പഠിക്കണം. ഇതൊക്കെയാണ് മേജർ ആയിട്ട് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ നോക്കാനുള്ളത്. സെക്കൻഡ് മൊഡ്യൂളിലോട്ട് വരുമ്പോൾ ഓഫറിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. പലതരം ഓഫർ, എക്സ്പ്രസ് ഓഫർ ഉണ്ട്, ഇംപ്ലൈഡ് ഓഫർ ഉണ്ട്, ജനറൽ ആൻഡ് സ്പെസിഫിക് ഓഫർ ഉണ്ട്. അപ്പോ അത്രയും ഞാനിപ്പോ നിങ്ങൾക്ക് സ്ക്രീൻ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ സ്ക്രീനിലോട്ട് ഒന്ന് നോക്കിയേ. ഇതിപ്പോ നമ്മുടെ നോട്ടാണ്, ട്യൂഷൻ്റെതായ, നമ്മൾ അബിനിഷ്യോല അക്കാദമി പഠിപ്പിക്കുന്ന നോട്ടാണിത്. ട്യൂഷൻ്റെതായ നോട്ടാണ്, നിങ്ങൾക്ക് സ്ലൈഡ് കാണാൻ പറ്റും. പുറത്ത് കൊടുക്കുന്ന നോട്ടല്ല കേട്ടോ, നമ്മുടെ ട്യൂഷൻ്റെതായ സ്പെഷ്യലൈസ്ഡ് നോട്ടാണ്. നിങ്ങൾ ഇതിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. സെക്കൻഡ് മൊഡ്യൂളാണിത്, ഞാൻ ഒരു ഡെമോക്ക് വേണ്ടി കൊടുത്തതാണ്. കണ്ട, സെക്കൻഡ് മൊഡ്യൂൾ തുടങ്ങുമ്പോൾ തന്നെ പ്രപ്പോസലിനെ പറ്റിയാണ് ആദ്യം നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നത്. പ്രപ്പോസൽ എന്നാൽ എന്താണ്? സെക്ഷൻ 2 ക്ലോസ് എ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. വെൻ എനി പേഴ്സൺ സിഗ്നിഫൈസ് ഹിസ് വില്ലിങ്നെസ് ടു അനദർ പേഴ്സൺ ടു ഡു എനിത്തിങ് ഓർ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് എനിത്തിങ്. എന്തെങ്കിലും ഒരു കാര്യം നീ എനിക്ക് വേണ്ടി ചെയ്യുമോ
അല്ലെങ്കിൽ എനിക്ക് വേണ്ടി നീ ഒരു കാര്യം ചെയ്യാതിരിക്കുമോ എന്നൊരു താല്പര്യം പ്രകടിപ്പിച്ച് നമ്മൾ ചോദിക്കുന്നതിനെയാണ് ഓഫർ വെക്കുക എന്ന് പറയുന്നത്. അടുത്ത പാർട്ടി അതിനെ അക്സെപ്റ്റ് ചെയ്താൽ അത് അക്സെപ്റ്റൻസ് എന്ന് വിളിക്കും. അപ്പൊ ഒരു ഓഫർ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവിടെ പഠിക്കും. എക്സ്പ്രസ് ഓഫർ ആൻഡ് ഇംപ്ലൈഡ് ഓഫർ. രണ്ട് തരം ഓഫറുകൾ ഉണ്ട്, രണ്ടല്ല 4 തരം. എക്സ്പ്രസ് ഓഫറും ഉണ്ട്, ഇംപ്ലൈഡ് ഓഫറും ഉണ്ട്. സ്പെസിഫിക് പ്രപ്പോസൽ, ഓഫറിനെ ഓഫർ എന്നും പ്രപ്പോസൽ എന്നും വിളിക്കും കേട്ടോ. സ്പെസിഫിക് പ്രപ്പോസൽ ഉണ്ട്, ജനറൽ പ്രപ്പോസൽ ഉണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട കേസ് ലോ ആണ് കാർലിൽ വേഴ്സസ് കാർബോളിക് ബോൾ. ഇത് വളരെ എസെൻഷ്യൽ, വളരെ പ്രധാനപ്പെട്ട കേസ് ലോ ആണ്. വളരെ പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു കേസാണ്. ഇത് ജനറൽ ഓഫറിന്റെ കീഴിൽ വരുന്ന ഒരു കേസ് ലോ ആണ്. അപ്പൊ ഇതെന്ത് ചെയ്യുക, ഇതൊക്കെ പ്രത്യേകം പഠിച്ച് നിങ്ങൾ പോവുക. തീർന്നില്ല, ഇഷ്ടംപോലെ കേസ് ലോസ് വരുന്നുണ്ട് സെക്കൻഡ് മൊഡ്യൂളിലോട്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിക്കേ. ഇനി മുതൽ ഓഫറിന്റെ എസെൻഷ്യൽസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഓഫർ എങ്ങനെയായിരിക്കണം, ഓഫർ ചെയ്യുമ്പോൾ എന്തൊക്കെ ഉണ്ടായിരിക്കണം, അതിന്റെ കീഴിൽ വരുന്ന ഒരു കേസാണ് ബൾഫർ വേഴ്സസ് ബൾഫർ. ഇതും റിപ്പീറ്റഡ് ആയിട്ട് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ബൾഫർ വേഴ്സസ് ബൾഫറിന്റെ കേസ്. തീർന്നില്ല, ഓരോരോ പേജിലായിട്ട് ഓരോരോ കേസുകൾ ഉണ്ട്. ഇനി അങ്ങോട്ട് മറിച്ച് പോകുമ്പോൾ നമുക്കൊരു ഇഷ്ടംപോലെ പേജുകൾ കണ്ടില്ലേ, ഇതൊക്കെ ഫുൾ നമ്മുടെ ഇതിന്റെ നോട്ടിന്റെ അകത്ത് വരുന്ന പേജുകളാണ്. അപ്പൊ ഇഷ്ടംപോലെ ടോപ്പിക്സ് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ വരാനുണ്ട്. അപ്പൊ നിങ്ങൾ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ വളരെ ഒരു ചെറിയൊരു ഏരിയ അല്ല കോൺട്രാക്ട്, നല്ല രീതിക്ക് വിശാലമാണ്. ടൈം എടുത്ത് തന്നെ പഠിക്കുക. ഇഷ്ടംപോലെ കേസ് ലോസ് ഉണ്ട്. ബൾഫറിന്റെ കേസ് ഉണ്ട്, ചിന്നയ്യ വേഴ്സസ് രാമയ്യയുടെ കേസ് ഉണ്ട്, ഇഷ്ടംപോലെ കേസ് ലോസ് ഉണ്ട്. നമുക്ക് കൗണ്ടർ ഓഫർ എന്നാൽ എന്താണ്, ഇതൊക്കെ ഓഫറിന്റെ ചാപ്റ്ററിൽ ഇഷ്ടംപോലെ ടോപ്പിക് വരും. എസെൻഷ്യൽസ് എന്താണ്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഓഫർ ഉണ്ട്. ഇതിൽ കൗണ്ടർ ഓഫർ, ക്രോസ് ഓഫർ എന്നൊക്കെ പറഞ്ഞ ഓഫർ ഉണ്ട്. അതൊന്നും വാലിഡ് ആയിട്ടുള്ള ഓഫർ അല്ല. അപ്പൊ അത് ഷോർട്ട് ക്വസ്റ്റ്യൻ ആയി ചോദിക്കാറുണ്ട്. ഇൻവിറ്റേഷൻ ടു ഓഫർ എന്നാൽ എന്താണെന്ന് ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ഇതെല്ലാം നമ്മുടെ നോട്ടിൽ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ നോട്ടിന്റെ അകത്ത് കൃത്യമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മെസ്സേജിന്റെ നമ്മുടെ യൂട്യൂബില് ലിങ്ക് ഉണ്ട്, യൂട്യൂബില് നമ്പർ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് നമ്പർ നോട്ട് ചെയ്യാം, 8089 ഒരു സെക്കൻഡ് നോക്കട്ടെ, 8089276037, 8089276037. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ട്സിന്റെ ആവശ്യമോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എന്നെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യുക. ഈ നമ്പറിൽ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ട്യൂഷന്റെ നോട്ട്സിന്റെ താഴെ നമ്മുടെ നമ്പർ ഉണ്ടാവും, 8089276037. അപ്പൊ എന്നെ വിളിക്കാം. പിന്നെ നമ്മൾ ഈ ഓഫറിന്റെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ഓഫറിന്റെ പല എസെൻഷ്യൽ എലമെന്റ്സ്, പലതരം ഓഫറുകൾ. അത് കഴിഞ്ഞാൽ പിന്നെ അക്സെപ്റ്റൻസിലോട്ട് പോകും. അക്സെപ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റൻസ് എന്നാൽ എന്താണ്, അതിന്റെ പല എസെൻഷ്യൽസ് ഉണ്ട്. അതിന്റെ അകത്ത് ഇഷ്ടംപോലെ കേസ് ലോസ് വരുന്നുണ്ട്, അതും പഠിക്കണം. പിന്നെ അത് കഴിഞ്ഞാൽ കൺസിഡറേഷന്റെ ഒരു ടോപ്പിക് വരും. കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ സംതിങ് ഇൻ റിട്ടേൺ, പകരമായിട്ട് നമ്മൾ കൊടുക്കുന്ന സാധനത്തിനാണ് കൺസിഡറേഷൻ എന്ന് വിളിക്കുക. അപ്പൊ ഒരു കൺസിഡറേഷൻ എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഉള്ളത് നമുക്ക് എന്ത് ചെയ്യണം, എസ് എ ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. നല്ല രീതിയിൽ ഇലാബറേറ്റ് ചെയ്ത് പഠിക്കണം. അത് കഴിഞ്ഞ ഒരു ടോപ്പിക്കാണ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട്. ഇതും എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ അകത്ത് ട്വീഡൽ വേഴ്സസ് അറ്റ്കിൻസൺ എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടന്റ് ആയ കേസ് ലോ ഉണ്ട്. അതുപോലെ തന്നെ വേറെയും കേസ് ലോസ് ഉണ്ട് അതിന്റെ അകത്ത്. അതൊക്കെ നമ്മുടെ നോട്ടിൽ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കേസ് ലോസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾ നോക്കി പോവുക. പിന്നെ അത് കഴിയുമ്പോൾ കൺസിഡറേഷൻ എക്സെപ്ഷൻസ് ഉണ്ട്, അത് പഠിച്ചു വെക്കുക, എസ് എ ആയിട്ട് ചോദിക്കും. ലാസ്റ്റ് പ്രോമിസറി എസ്റ്റോപ്പൽ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞ് ഷോർട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നോക്കുക. ഇത്രയും കാര്യങ്ങൾ നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ MG യൂണിവേഴ്സിറ്റിയുടെ സിലബസ് പ്രകാരം കോൺട്രാക്ട് നോക്കാനുള്ളൂ. പിന്നെ തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ഒക്കെ നമുക്ക് അതാത് സമയങ്ങളിൽ ഡിസ്കസ് ചെയ്യാം. തേർഡിലോട്ടൊക്കെ വരുമ്പോൾ നമ്മൾ കോൺട്രാക്റ്റിന്റെ പാർട്ടീസിനെ പറ്റിയും മൈനർ എഗ്രിമെന്റിനെ പറ്റിയും അങ്ങനെയുള്ള കുറെ ഡീറ്റെയിൽസ് ആണ്. ലീഗാലിറ്റി ഓഫ് ദി ഒബ്ജക്റ്റിനെ പറ്റിയുള്ള വിശദീകരണങ്ങളൊക്കെയാണ്. ഫോർത്തിലോട്ട് വരുമ്പോൾ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട ടോപ്പിക്സ് ആണ്. ഫിഫ്ത്തിലോട്ട് വരുമ്പോൾ എസ് എ ടോപ്പിക് ആണ്. റെമഡീസിനെ പറ്റി പറയുന്ന ഏരിയയാണ്. സ്പെസിഫിക് റിലീഫ് ആക്ടിനെ പറ്റി പഠിക്കും. അത്രയും കാര്യങ്ങളാണ് നമുക്ക് മൊത്തത്തിലുള്ളത്. അപ്പോ ഇതൊക്കെയാണ് കോൺട്രാക്റ്റിനെ പറ്റി പറയാനുള്ളത്. നമ്മളധികം വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് ഇനി പഠിക്കേണ്ടതാണ്. ഇനി കോൺസ്റ്റിറ്റ്യൂഷനിൽ വരികയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താ, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫസ്റ്റ് മൊഡ്യൂളിലോട്ട് പോകുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫസ്റ്റ് മൊഡ്യൂളിൽ ആദ്യം ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡിഫറെന്റ് ടൈപ്സ്, നമ്മൾ സെം 1 പഠിച്ചതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സും സാലിയൻ ഫീച്ചേഴ്സ് ഒക്കെ പഠിക്കുക. അവിടെ പഠിച്ച അതേ ക്വാളിറ്റി തന്നെ നേച്ചറും ടൈപ്സും സാലിയൻ ഫീച്ചേഴ്സും ഇവിടെയും പഠിക്കുക. അത് കഴിഞ്ഞാൽ പാർട്ട് 1ഉം പാർട്ട് 2 ഇത്രേ ഉള്ളൂ ഫസ്റ്റ് മൊഡ്യൂൾ. പാർട്ട് 1 പറയുന്നത് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി, നമ്മുടെ രാജ്യം, ആ രാജ്യത്തിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട്, അത് എങ്ങനെയൊക്കെ സംസ്ഥാനം ഉണ്ടാക്കാൻ പറ്റും, എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും, ഒരു സംസ്ഥാനം പുതുതായിട്ട് ഉണ്ടാക്കണം അല്ലെങ്കിൽ വെളിയിലുള്ള രാജ്യത്ത് നിന്ന് നമ്മുടെ ഇന്ത്യയിലോട്ട് ഒരു സംസ്ഥാനത്തിന് എടുക്കണം, അല്ലെങ്കിൽ ഒരു സ്ഥലം നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ
അത് ഗവൺമെന്റിന് വെറുതെ തീരുമാനിച്ചാൽ മതിയോ, അല്ലെങ്കിൽ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിന്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ പറയുന്ന കേസ് ലോസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കി പോവുക, ഇമ്പോർട്ടന്റ് ആണ്, പ്രോബ്ലം ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഒരു ഏരിയയാണ് അത്. പിന്നെ സെക്കൻഡിലോട്ട് വരുമ്പോൾ സിറ്റിസൺഷിപ്പ് ആക്ട്. സിറ്റിസൺഷിപ്പ് ആക്ട് 1955 2019 ഒരു അമെന്റ്മെന്റ് വന്നിട്ടുണ്ട്. ഈ അമെന്റ്മെന്റ് ഉൾപ്പെടെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. സിറ്റിസൺഷിപ്പ് ആക്ടിന്റെ അകത്ത് ആർട്ടിക്കിൾസ് ഒരു 7ഓളം ആർട്ടിക്കിൾ ഉണ്ട്. ഡിഫറെന്റ് ആർട്ടിക്കിൾസ് ആണ്. നല്ലതുപോലെ ശ്രദ്ധ കൊടുത്ത് പഠിക്കണം. അതേപോലെ സിറ്റിസൺഷിപ്പ് ആക്ടിനെ പറ്റിയും പഠിക്കണം. ആക്ടിന്റെ അകത്ത് സിറ്റിസൺഷിപ്പ് ആക്ട് ഏതൊക്കെ രീതിയിൽ ഒരാൾക്ക് സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാൻ പറ്റും, അതിന് ഓരോ ക്രൈറ്റീരിയാസ് പറയുന്നുണ്ട്, ഓരോരോ വർഷക്കണക്ക് പറയുന്നുണ്ട്. പ്രോബ്ലം ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളുടെ അടുത്ത് പല രീതിക്കും ചോദിക്കാം. അപ്പോ നിങ്ങൾക്ക് വർഷങ്ങൾ വന്നിട്ട് തെറ്റിച്ചൊക്കെ ചോദിക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് നാച്ചുറലൈസേഷനിലൂടെ ഒരാൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ 12 വർഷം അയാൾ ഇന്ത്യയിൽ ജീവിക്കണം. അപ്പൊ നിങ്ങളോട് ചോദിക്കാം, ഒരാൾ 10 വർഷം ഇന്ത്യയിൽ ജീവിച്ചു, വെദർ ഹി ക്യാൻ ഗെറ്റ് സിറ്റിസൺഷിപ്പ് എന്ന് ചോദിക്കാം. അപ്പൊ നാച്ചുറലൈസേഷൻ എന്ന് സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റൂല. നാച്ചുറലൈസേഷനിലൂടെ കിട്ടണം എന്നുണ്ടെങ്കിൽ 12 വർഷത്തോളം എന്ത് ചെയ്യണം, സിറ്റിസൺഷിപ്പ് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഒരാളായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കുക. സെക്കൻഡ് മൊഡ്യൂളിലോട്ട് വരുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ സെക്കൻഡ് മൊഡ്യൂൾ ഇച്ചിരി വൈഡർ ആണ്. ഇഷ്ടംപോലെ കേസ് ലോസ് വരുന്ന ഒരു ഏരിയയാണ് സെക്കൻഡ് മൊഡ്യൂൾ. ഡോക്ട്രൈൻ, ഒരുപാട് ഡോക്ട്രൈൻസ് ഉണ്ട്. ലെജിസ്ലേറ്റീവ് റിലേഷൻ ബിറ്റ്വീൻ സെന്റർ ആൻഡ് സ്റ്റേറ്റ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻ ബിറ്റ്വീൻ സെന്റർ ആൻഡ് സ്റ്റേറ്റ് ഉണ്ട്. ഇത് ഓരോന്നും സ്പെസിഫിക്കലി എസ് ആയിട്ട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ മൊത്തത്തിൽ സെന്റർ ആൻഡ് സ്റ്റേറ്റ് തമ്മിലുള്ള റിലേഷൻ ചോദിക്കാം. അല്ലെങ്കിൽ ഈ ഡോക്ട്രിൻ ഓഫ് പിത്ത് ആൻഡ് സബ്സ്റ്റൻസ് എന്നാൽ എന്താണ്, ഡോക്ട്രിൻ ഓഫ് കളറബിൾ ലെജിസ്ലേഷൻ എന്നാൽ എന്താണ്, ഡോക്ട്രിൻ ഓഫ് ടെറിട്ടോറിയൽ നെക്സസ് എന്നാൽ എന്താണ്, പിന്നെ അതേപോലെ തന്നെ കാമേശ്വർ സിംഗിന്റെ കേസ് എന്താണ്, അങ്ങനെ ഓരോന്നും എടുത്ത് ചോദിക്കാറുണ്ട്. ഫിനാൻഷ്യൽ റിലേഷനെ പറ്റി പഠിക്കുക. ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ ഉണ്ട്, അത് പഠിക്കുക. അതിന്റെ അകത്ത് അട്ടിയബാരിയുടെ ഒരു കേസ് ഉണ്ട്. അത് കൂടാതെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഒരു ബസ് സംസ്ഥാനങ്ങളിൽ മാറി ഓടിക്കുന്ന ഒരു കേസ്. അപ്പൊ അത് പഠിക്കുക. അതൊക്കെ വരുന്ന ട്രേഡുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് വരുന്ന ഒരു ഏരിയയാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള സമയമില്ല, നമ്മൾ ചുരുക്കി പറഞ്ഞു പോവുകയാണല്ലോ. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണം, എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, ധൈര്യമായിട്ട് വിളിക്കാം. നമ്മൾ ട്യൂഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അതിന്റെ ക്ലാസ്സുകൾ റെഗുലറായി നടക്കുന്നുണ്ട്. നിങ്ങളുടെ എക്സാം വരുന്നതിന്റെ ഒരു മാസം മുന്നേ മുഴുവൻ പോർഷൻസും തീർത്തിട്ട് ഒരു 1-2 തവണ നിങ്ങളെ റിവിഷൻ ചെയ്യിപ്പിച്ച് നിങ്ങളെ ക്യാപ്പബിൾ ആക്കി എടുക്കുക. ആ രീതിക്കാണ് നമ്മൾ ക്ലാസ്സസ് കൊണ്ടുപോകുന്നത്. അതിന് നമ്മുടേതായ നോട്ടുകൾ ഉണ്ട്, നമ്മുടേതായ ക്ലാസ്സുകൾ ഉണ്ട്, നമ്മുടേതായ റെക്കോർഡിംഗ് സിസ്റ്റംസ് ഉണ്ട്. നിങ്ങൾക്ക് ലൈവ് കയറാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡർ കിട്ടും. ഇപ്പൊ നിങ്ങൾ മറ്റന്നാൾ ഇന്റേണൽ ആണ്, ഇന്ന് എങ്ങനെ പഠിക്കും, ഒരു കുഴപ്പമില്ല. ഇത്രയും നാൾ നമ്മൾ എടുത്ത 3 മണിക്കൂർ 4 മണിക്കൂർ ക്ലാസ് റെക്കോർഡഡ് ഉണ്ട്. നിങ്ങളൊരു 2 to 3 hours മാറ്റി വെക്കാൻ തയ്യാറാണെങ്കിൽ ആ ക്ലാസ് കേൾക്കുക, നാളത്തെ എക്സാം പോയി എഴുതുക. ഒരു ബേർഡനും ഇല്ല നിങ്ങൾക്ക്. അപ്പൊ ആ രീതിക്ക് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാനൊക്കെ പറ്റും. അധികം ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമൊന്നുമല്ല. ഓക്കെ, ടെൻഷനൊന്നും ആവണ്ട. നാളത്തെ എക്സാമിന് ഇന്ന് പോലും പഠിച്ചു തീർക്കാൻ പറ്റും. ബട്ട് അത്രയും ടൈറ്റ് ആക്കാൻ പാടില്ല. എന്നിരുന്നാലും പറ്റും, അത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് 100% കോൺഫിഡൻസോട് കൂടി നിങ്ങളുടെ അടുത്ത് പറയാൻ സാധിക്കും. കാരണം ആ ഒരു അഷുറൻസ് ഞങ്ങൾക്ക് തരാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ സെക്കൻഡ് മൊഡ്യൂൾ. തീർന്നില്ല. CAG, അഡ്വക്കേറ്റ് ജനറൽ, അറ്റോർണി ജനറൽ, അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്സും എമർജൻസി എന്ന് പറഞ്ഞ ഒരു essay ക്വസ്റ്റ്യനും നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷന്റെ സെക്കൻഡ് മൊഡ്യൂളിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അടുത്ത ലോ പേപ്പറിലോട്ട് തന്നെയാണെങ്കിൽ ജുറിസ്പ്രുഡൻസ്. ഞാനിപ്പോ നിങ്ങൾക്ക് ജുറിസ്പ്രുഡൻസിന്റെ കുറച്ച് ഒരു ഫോട്ടോസ് കാണിച്ചു തരാം. ജുറിസ്പ്രുഡൻസിൽ നമ്മുടെ ക്ലാസ്സസ് എങ്ങനെയാണെന്നുള്ളത് ഇതിപ്പോ നിങ്ങൾ സ്ലൈഡിൽ കാണുന്നുണ്ടാവും. ജുറിസ്പ്രുഡൻസിന്റെ മൊഡ്യൂൾ 1 ആണിത്. ഇതുപോലെ ആയിരിക്കും നമ്മുടെ നോട്ട്സ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക, കണ്ടില്ലേ? അപ്പൊ ഇതിന്റെ അകത്ത് ജുറിസ്പ്രുഡൻസ് 1 വരുമ്പോൾ മൊഡ്യൂൾ 1ന്റെ അകത്ത് ഡിഫറെന്റ് സ്കൂൾസ് ഓഫ് ജുറിസ്പ്രുഡൻസ്, ജുറിസ്പ്രുഡൻസ് എന്ന വാക്കിന്റെ മീനിങ്, നേച്ചർ, സ്കോപ്പ്, ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂൾ പഠിപ്പിക്കുന്നത്. ഇത് ഡിഫറെന്റ് സ്കൂൾസ് എന്നുള്ളത് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് ബി പ്രോബ്ലം ആയിട്ട് ഉണ്ടാവില്ല ജുറിസ്പ്രുഡൻസിന്, സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ല, ഇല്ല എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രത്യേക ഒരു കാര്യം. പാർട്ട് ബിയും നമുക്ക് എന്താണ്, ഷോർട്ട് എസ്സേ ആയിട്ടായിരിക്കും എഴുതേണ്ടി വരുന്നത്. അതായത് തീരെ ഷോർട്ട് ക്വസ്റ്റ്യൻ അല്ല, ഒരു എസ്സേ എന്ന എസ്സേനേക്കാൾ കുറച്ചുകൂടെ കുറവ്. അപ്പോ ഇപ്പൊ ഒരു എസ്സേ എഴുതുന്ന 8 പേജിലാണെങ്കിൽ 10 മാർക്കിന്റെ ചോദ്യം നിങ്ങൾക്ക് ഒരു 5 പേജിൽ എഴുതി വെക്കാവുന്നതാണ്. അതിൽ കൂടുതലാക്കി അത്രയും ബെറ്റർ. അപ്പോ ഡിഫറെന്റ് സ്കൂൾസ് ഉണ്ട്. അതിനകത്ത് അനലിറ്റിക്കൽ സ്കൂൾ എന്ന് പറഞ്ഞ ഒരു സ്കൂൾ ഉണ്ട്, അത് എപ്പോഴും ചോദിക്കാറുണ്ട് ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട്. അനലിറ്റിക്കൽ സ്കൂൾ എന്താണ്, ഹിസ്റ്ററിക്കൽ സ്കൂൾ എന്താണ്, ഒരുപാട് സ്കൂളുകളുണ്ട്. ഫിലോസഫിക്കൽ സ്കൂള്, കമ്പാരിറ്റീവ് സ്കൂള്, പിന്നെ അമേരിക്കൻ സ്കൂള്, റിയലിസ്റ്റിക് സ്കൂള്, പിന്നെ സോഷ്യോളജിക്കൽ സ്കൂള്, സൈക്കോളജിക്കൽ സ്കൂള്, 8-9 സ്കൂളുകൾ ഉണ്ട്. അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അത് നിങ്ങൾ പഠിച്ചു പോവുക. ഇവിടെ ജസ്റ്റ് സ്ക്രീനിൽ കാണിച്ചു തരികയാണ്, ഇങ്ങനെയൊക്കെയാണ് നോട്ട് എന്നുള്ളത്. കണ്ടില്ലേ? ഈ സ്കൂളിൽ ഓരോ കോട്ട് പറഞ്ഞേക്കുന്ന ആളുകൾ എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്, ആരൊക്കെയാണ്, എന്തൊക്കെയാണെന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതുപോലെ കൊടുത്തിട്ടുണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പിന്നെ ജുറിസ്പ്രുഡൻസ് പഠിക്കുമ്പോൾ
ഒരു ഡ്രൈ ആയിട്ടുള്ള സബ്ജക്റ്റായി ഫീൽ ചെയ്യാം ചില സ്ഥലങ്ങളിൽ. അതങ്ങനെയാണ്. നമുക്ക് കുറെ കോട്ടുകളും കുറെ ആളുകൾ പറഞ്ഞ അവരുടെ കോൺസെപ്റ്റുകളും പഠിക്കേണ്ടി വരും. എന്നിരുന്നാലും ചില ഭാഗങ്ങളിൽ ഡ്രൈനെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യൂല. അപ്പോൾ നിങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നമ്മൾ നോട്ട് ഉണ്ടാക്കി നമ്മളത് പറഞ്ഞു തരും. ഡ്രൈനെസ് ഉള്ള ഭാഗങ്ങൾ കൃത്യമായി തന്നെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തായിരിക്കും നമ്മുടെ ക്ലാസ്സസ് പോകുന്നത്. ഓൾറെഡി ഇപ്പൊ ജുറിസ്പ്രുഡൻസിന്റെ ക്ലാസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോ അതല്ലാതാണെങ്കിൽ പോലും നിങ്ങൾ സമയം കണ്ടെത്തി പതിയെ ഇരുന്ന് വായിച്ചു കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റുന്ന സബ്ജക്റ്റ് ഒക്കെ തന്നെയാണ് ജുറിസ്പ്രുഡൻസ്. ഓക്കെ, അതേപോലെ തന്നെ ഇനി വേറെ സബ്ജക്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഫാമിലി ലോ. ജുറിസ്പ്രുഡൻസിന്റെ കാര്യം ഇതൊക്കെയാണ്. ഡിഫറെന്റ് സ്കൂൾസ് എന്നുള്ളത് ഒരു എസ്സേ ആയിട്ടൊക്കെ പ്രതീക്ഷിക്കാം. പിന്നെ സെക്കൻഡ് മൊഡ്യൂളിലോട്ട് വരികയാണെങ്കിൽ ലോ എന്ന വാക്കിന്റെ ഡെഫിനിഷൻ ഒക്കെയാണ്. ലോ എന്താണ്, ലോയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ലോയുടെ ലോ ഫങ്ഷൻ ചെയ്യുന്നത് എന്തൊക്കെയാണ്, ലോയുടെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ്, അതെല്ലാം അതും എസ്സേ ആയിട്ട് അല്ലെങ്കിൽ 10 മാർക്കായിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ലോയുടെ ഒരുപാട് ക്ലാസിഫിക്കേഷൻ, ജോൺ ഓസ്റ്റിൻ കൊടുത്ത ക്ലാസിഫിക്കേഷൻ ഉണ്ട്, സാൽമന്റ് കൊടുത്ത ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത് ഓരോന്നും ക്ലിപ്തമായി വ്യക്തമായി പഠിക്കുക. ധർമ്മ എന്നാൽ എന്താണ്, ലോയും ധർമ്മയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇതൊക്കെ നമുക്ക് സെക്കൻഡ് മൊഡ്യൂൾ പഠിക്കാനുള്ള ഏരിയാസ് ആണ്. ഇനി ഫാമിലി ലോയിലോട്ട് വരുമ്പോൾ ഫാമിലി ലോയുടെ ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂളും വെരി ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് സോഴ്സസ് ഓഫ് മുസ്ലിം ആൻഡ് ഹിന്ദു ലോ പ്ലസ് അഡീഷണൽ ലോട്ട്. ഏറ്റവും മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇത് കൂടാതെ ഉണ്ട് ഫസ്റ്റ് മൊഡ്യൂളിൽ. ഇത് രണ്ടും എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. സോഴ്സസ് ഓഫ് മുസ്ലിം ആൻഡ് ഹിന്ദു ലോ. എന്താണ് ഹിന്ദു ലോയുടെ സോഴ്സസ്? പ്രൈമറി സോഴ്സ് ഉണ്ട്, സെക്കൻഡറി സോഴ്സ് ഉണ്ട്. പ്രൈമറി സോഴ്സിന്റെ അകത്ത് വരുന്ന സോഴ്സുകളാണ് ഹിന്ദു ലോ എങ്ങനെയാണ് വന്നത്. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് നിയമങ്ങളുണ്ട് ഹൈന്ദവ വിശ്വാസികൾക്ക് ഇന്ത്യയിൽ നടപ്പിലാക്കപ്പെടുന്ന നിയമങ്ങൾ. അതിന്റെ ഒറിജിൻ എങ്ങനെയാണ്, അത് ആരാണ് ഉണ്ടാക്കിയത്? പാർലമെന്റ് ഉണ്ടാക്കിയതാണോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എഴുതി വെച്ചതാണോ? യെസ്, അതിനെപ്പറ്റിയൊക്കെയാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. ശ്രുതി, സ്മൃതി, കമന്ററീസ്, ഡൈജസ്റ്റ്, അങ്ങനെ ഒരുപാട് സോഴ്സസ് നമുക്ക് ഹിന്ദുവിൽ കാണാൻ പറ്റും. മുസ്ലിംസിലോട്ട് വരുമ്പോൾ ഖുർആന്, ഹദീസ്, കിയാസ്, ഇജ്മാ, കിയാസ്, അങ്ങനെ 4 രീതിയിലുള്ള പ്രൈമറി സോഴ്സുകൾ മുസ്ലിംസിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത് ഓരോന്നും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. കിയാസ്, ഇജ്മാ സാധാരണ ബുദ്ധിമുട്ടായിട്ട് മനസ്സിലാക്കാൻ ഒരു പാടായിട്ട് വരാറുണ്ട്. അത് കുഴപ്പമില്ല, അത് നിങ്ങൾ വായിക്കുമ്പോൾ ക്ലിയർ ആവും. നിങ്ങൾക്ക് സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ ക്ലാസ്സസ് ഇപ്പോൾ ഓൾറെഡി എല്ലാം റെക്കോർഡഡ് ആണ്. ഫാമിലിയിലൂടെ ക്ലാസ്സസ് ഓൾറെഡി സെക്കൻഡ് മൊഡ്യൂൾ നമ്മൾ തീർത്തിട്ടുണ്ട്. ജുറിസും ലാൻഡും ഫസ്റ്റ് മൊഡ്യൂൾ ആയിട്ടുള്ളൂ. സെക്കൻഡ് മൊഡ്യൂൾ നമ്മൾ ഈ വീക്ക് എടുക്കുകയാണ്. അപ്പൊ എല്ലാ ഇന്റേണൽസിനും ഒരു 3 to 4 ഡേയ്സിന് മുന്നേ നമ്മൾ പോർഷൻസ് തീർത്തിട്ട് റിവിഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇതൊക്കെയാണ് നമുക്ക് ഫാമിലി ലോയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സെക്കൻഡിലോട്ട് വരുമ്പോൾ ഇച്ചിരി വലിയ ഒരു ഏരിയയാണ് സെക്കൻഡ് മൊഡ്യൂൾ. ഹിന്ദു ലോ പ്രകാരം മാരേജ് എങ്ങനെയായിരിക്കണം, ഏതെല്ലാം ടൈപ്സ് ഓഫ് മാരേജ് ഉണ്ട്, വോയിഡ് മാരേജ് എന്താണ്, വോയിഡബിൾ മാരേജ് എന്താണ്, കൺജുഗൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജുഡീഷ്യൽ സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഇനി മുസ്ലിമിലോട്ട് വരുമ്പോൾ മുസ്ലിമിന്റെ മാരേജ് എങ്ങനെയാണ്, ഡവർ എന്നാൽ എന്താണ്, ഡവറിന്റെ ക്ലാസിഫിക്കേഷൻ. ഒരു മഹർ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. മുസ്ലിം കല്യാണം കഴിക്കുമ്പോൾ മഹർ കൊടുക്കണം എന്നുണ്ട്. മഹറിനാണ് ഈ ഡവർ എന്ന് വിളിക്കുക. അപ്പോൾ എന്താണ് ഫാസിദ് മാരേജ് എന്താണ്, ബാത്തിൽ മാരേജ് എന്താണ്, സഹീഹ് മാരേജ് എന്താണ്, പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിലോട്ട് വരുമ്പോൾ മുസ്ലിം ലോയിൽ നോക്കാനുള്ളത്. പിന്നെ മുസ്ലിം ലോയിൽ തന്നെ ഡിവോഴ്സ് പല രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. തൊലാക്ക് പല രീതിയിലുണ്ട്. തൊലാക്കെ അഹ്സൻ ഉണ്ട്, തൊലാക്കെ ഹസൻ ഉണ്ട്, തൊലാക്കെ ബിദ ഉണ്ട്, മുബാറത്ത് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്ത്രീകള് പൈസ കൊടുത്ത് ഹസ്ബൻഡിന്റെ അടുത്ത് ഒന്ന് ഡിവോഴ്സ് ചെയ്ത് തരുമോ എന്ന് ആവശ്യപ്പെടുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ ഒരു ടെക്നിക്കൽ ടേംസ് നമുക്ക് പഠിക്കേണ്ടി വരും ഈ ഫാമിലി ലോയിൽ. നമുക്ക് എക്സാമിന് ചോദിക്കുന്നത് വാട്ട് ഈസ് ഇറഗുലർ മാരേജ് എന്നായിരിക്കില്ല. അതിന് പകരം വാട്ട് ഈസ് ഫാസിദ് മാരേജ് എന്നായിരിക്കുള്ളൂ. ഫാസിദ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറഗുലർ മാരേജിനാണ് ഫാസിദ് എന്ന് വിളിക്കുക, വോയിഡ് മാരേജിനാണ് ബാത്തിൽ എന്ന് വിളിക്കുക. അപ്പോ എക്സാക്ട് ദാറ്റ് വേർഡ് നിങ്ങൾക്ക് തരണം എന്നില്ല. ഈ രീതിയിൽ നിങ്ങളെ ഒന്ന് കുഴപ്പിക്കാൻ വേണ്ടി ഈ രീതിയിൽ മറിച്ചും തിരിച്ചൊക്കെ ചോദിക്കാം എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഇത് കൂടാതെയും ടോപ്പിക്സ് ഉണ്ട്. ഇനി ലാൻഡ് ലോയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ലാൻഡ് ലോയുടെ ഫസ്റ്റ് മൊഡ്യൂള് ക്ലാസിഫിക്കേഷൻ ഓഫ് ലാൻഡ് ഉണ്ട്, ലാൻഡ് എങ്ങനെ വന്നു ആ ഒരു ഓവർവ്യൂ ഉണ്ട്, അതിന്റെ ഇൻട്രൊഡക്ഷൻ ഉണ്ട്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് വിത്ത് റിലേറ്റഡ് ടു ലാൻഡ്. അതൊരു എക്സാക്ട് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഇഷ്ടംപോലെ കേസ് ലോസ് ഉണ്ട്, ഒരു 10 കേസ് ലോസ് എങ്കിലും ഉണ്ടാവും. അതേപോലെ ഒരു 10ഓളം അമെൻമെന്റുകളും ഉണ്ടാകും. സംഭവം എന്താണെന്ന് വെച്ചാൽ ടെസ്റ്റിൽ നടക്കണ അവിടെ ജുഡീഷ്യറിയും പാർലമെന്റും തമ്മിൽ. പാർലമെന്റ് ഒരു നിയമം കൊണ്ടുവരും, അതിനെ ഓവർകം ചെയ്യാൻ ജുഡീഷ്യറി കേസ് കൊണ്ടുവരും. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി പാർലമെന്റ് അടുത്ത നിയമം കൊണ്ടുവരും, അടുത്ത അമെന്റ്മെന്റ് കൊണ്ടുവരും, അതിനെ ഓവർകം ചെയ്യാൻ ജുഡീഷ്യറി അടുത്ത കേസ് പറയും. ഇത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ഇങ്ങനെ ഒരു ലോങ് ടെസ്റ്റിൽ നടക്കുന്ന ഒരു ഏരിയയാണ് എന്ത്, ലാൻഡ് ലോയിലെ ആ ഒരു പ്രൊവിഷൻ. ഫസ്റ്റ് അമെന്റ്മെന്റ്
സെക്കൻഡ് അമെന്റ്മെന്റ്, ഫോർത്ത് അമെന്റ്മെന്റ്, 11th അമെന്റ്മെന്റ്, 17th അമെന്റ്മെന്റ്, 24th അമെന്റ്മെന്റ്, 25th അമെന്റ്മെന്റ്, 44th അമെന്റ്മെന്റ്, ഇഷ്ടംപോലെ അമെന്റ്മെന്റ്സ് അതുപോലെ നമുക്ക് പഠിക്കാനുണ്ട്. ഒരുപാട് കേസ് ലോസ് നമുക്ക് പഠിക്കാനുള്ള ഒരു ഏരിയ ആണ് അത്. സെക്കൻഡ് മൊഡ്യൂളിലോട്ട് വരുമ്പോൾ കുടിയെടുപ്പുകാരനെ പറ്റിയും ഡിഫറെന്റ് വേരിയസ് ടൈപ്സ് ഓഫ് ടെനൻസ് വിച്ച് വെയർ പ്രിവെയിൽഡ് ഇൻ കേരള, ഒരുപാട് ടെനൻസുകൾ ഉണ്ടായിരുന്നു. അതാരൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്ന്, അവരുടെ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് സെക്കൻഡ് മൊഡ്യൂൾ നോക്കാനുള്ള കാര്യങ്ങളാണ്. ഇച്ചിരി നീണ്ടുപോയി ക്ലാസ്, ഞാൻ 20-15 മിനിറ്റ് കൊണ്ട് നിർത്താമെന്ന് വിചാരിച്ചാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് നമുക്ക് ആകെ മൊത്തം ഈ ഒരു 5 സബ്ജക്റ്റുകളിലായിട്ട് പഠിക്കാനുള്ളത്. ഫാമിലിയിലോ, ജൂറിസ്പ്രുഡൻസ്, അതേപോലെ തന്നെ ലാൻഡിലോ, കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺട്രാക്ട്, ഈ 5 സബ്ജക്റ്റും ക്ലിയർ ആയിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ഒരു ട്യൂഷന്റെ ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ ട്യൂഷന്റെ ഒരു ആവശ്യമുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ട്യൂഷന്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ നമ്മൾ 5 സബ്ജക്റ്റും തുടക്കം മുതൽ അവസാനം വരെ ഇപ്പോൾ റെഗുലർ ബാച്ച് ആണ് നടക്കുന്നത്. എക്സാം ഓറിയന്റഡ് ബാച്ച് ഉണ്ട്, അത് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാം പ്രഖ്യാപിച്ച ശേഷം എക്സാമിന്റെ സമയത്ത്. അതല്ലാതെ നമുക്കിപ്പോൾ റെഗുലർ ബാച്ച് നടക്കുന്നുണ്ട്, അത് തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടാവും. ഈ ഒരു ബാച്ചിന് നിങ്ങൾക്ക് ഇനി ക്രാഷ് ബാച്ചോ ഇനി എക്സാം സമയങ്ങളിൽ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ സെപ്പറേറ്റ് പേയ്മെന്റ് ഇല്ല, അതിൽ നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം തീരുന്നത് വരെ, നിങ്ങൾ ഇതിൽ നിന്ന് എപ്പോഴാണോ അവസാനിച്ച് എല്ലാ ലാസ്റ്റ് ഡേ എന്നാണോ അന്ന് വരെ നിങ്ങൾക്ക് ഇതിനകത്ത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും. ഈ ഒരു റെഗുലർ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ട്യൂഷന്റെ ഫെസിലിറ്റീസും കാര്യങ്ങളും എന്തൊക്കെയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് പോലെ നമുക്ക് നമ്മുടേതായ സ്പെഷ്യലൈസ്ഡ് നോട്ട്സ് ഉണ്ട്, അതിൻ്റെ അകത്ത് കേസ് ലോസ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് അത് കാണിച്ചു തരും, നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തരും. ട്യൂഷൻ്റെതായ എക്സാംസ് ഉണ്ട്, നിങ്ങളുടെ കുറവുകൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അത് പറഞ്ഞു തരും. കണ്ടക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇലാബറേറ്റ് ചെയ്യാനുള്ള വഴികൾ പറഞ്ഞു തരും. പിന്നെ അഡീഷണൽ നോട്ട്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, ഇത് പഠിച്ചു കഴിഞ്ഞ് എന്നുണ്ടെങ്കിൽ അതും പ്രൊവൈഡ് ചെയ്യും. റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്, നമുക്ക് വീക്കിലി 4 to 5 ഡേയ്സ് ക്ലാസ് വരും. നൈറ്റ് 7 to 8 അല്ലെങ്കിൽ 8 to 9 അങ്ങനെയാണ് ക്ലാസ് വരുന്നത്. ഇൻ കേസ് ഒരാൾക്ക് ആ സമയത്ത് കയറാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഡോൺ വറി, നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് എപ്പോൾ വേണമെങ്കിലും അത് ഇരുന്ന് കേൾക്കാം. അതുമായി ബന്ധപ്പെട്ട ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടാവുന്നതല്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എക്സാമിന്റെ ഒരു 2 ദിവസം മുമ്പാണ് ഈ ക്ലാസ് കേൾക്കുന്നത്, എനിക്ക് നാളെ മറ്റന്നാൾ എക്സാം ആണ്, ഡോൺ വറി, ഉടനെ നിങ്ങൾ വിളിച്ചോ. 808928276037 8089276037 ആ നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ അബിനിഷോ അടിച്ചു നോക്കിയാൽ നമ്മുടെ അക്കാദമി കാണാം, അതിൽ മെസ്സേജ് അയക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസും നോട്ട്സും അതിന്റെ കാര്യങ്ങളും റെക്കോർഡിങ്സും ഇപ്പൊ ഇതുവരെ എടുത്തേക്കുന്ന ക്ലാസ്സസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഇന്ന് രാത്രി ഒരു 4 മണിക്കൂർ, ഒരു 3 മണിക്കൂർ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 മൊഡ്യൂൾ ഒരു സബ്ജക്റ്റിന്റെ തീർക്കാം. നിങ്ങൾ ഒരു 3 ദിവസം ഡെഡിക്കേറ്റ് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ, ഒരു 3 to 4 ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാ, നിങ്ങൾക്ക് എൻറ്റയർ 3 ഇയറിനെ സംബന്ധിച്ചിടത്തോളം 5 സബ്ജക്റ്റും 2 മൊഡ്യൂൾ വെച്ച് പഠിച്ചു തീർക്കാൻ പറ്റും. ഇനി നിങ്ങൾ 3 സബ്ജക്ട് മാത്രം നോക്കുന്നുള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 2 ഡേയ്സ് നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ മുഴുവനായിട്ടും തീർക്കാൻ പറ്റും. അത്രേ ഉള്ള കാര്യങ്ങളേ ഉള്ളൂ, അധികം ബുദ്ധിമുട്ടുള്ള ഏരിയാസ് ഒന്നുമല്ല. സോ വെറി ആകണ്ട. എന്തെങ്കിലും ടെൻഷൻസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക. നമ്മൾ ലോ സ്റ്റുഡൻസ് ആണ്, നമ്മൾ അധികം ടെൻഷൻ അടിക്കാൻ പാടില്ല, നമ്മൾ ഇതെല്ലാം ഓവർകം ചെയ്യണം. നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാം, ചോദിക്കാം, മെസ്സേജ് അയക്കാം. ഓക്കെ, സോ ഹിയർ വി കൺക്ലൂഡ്. ഓക്കെ, ബൈ.